ടെലിവിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വായനാ വാരാഘോഷത്തിന്റെ സമാപനവും മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. വാർത്ത വിശദമായി. വിദ്യാരംഗല സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവിഴാങ്കുന്ന് CP-AUP സ്കൂളിൽ നടന്നുവന്ന വിവിധ പരിപാടികൾക്ക് സമാപനമായി. സമാപന യോഗം അധ്യാപികയും എഴുത്തുകാരിയുമായ സീനത്ത് അലി എടത്തനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക റഹ്യാനത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിൽ കഥാരചന മത്സരം, കവിതാരചന മത്സരം, പ്രസംഗ മത്സരം എന്നീ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനവും വിതരണം നടത്തി. സീനത്ത് അലി രചിച്ച 2 പുസ്തകങ്ങൾ വിദ്യാലയത്തിലെ ലൈബ്രറിയിലേക്ക് നൽകാനായി പ്രധാനാധ്യാപകൻ ശ്രീവത്സന് കൈമാറി. ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ, ബിന്ദു പി വർഗീസ്, ജയചന്ദ്രൻ ചത്തല്ലൂർ, ഷിഹാബുദ്ദീൻ നല്ലകത്ത്, രഞ്ജിത്ത് ജോസ്, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സമാപന പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത സൃഷ്ടികളുടെ പ്രദർശനവും നടത്തി. അതേപോലെ ഈ ചടങ്ങിന് അധ്യക്ഷ വഹിച്ച റൈഹാൻ ടീച്ചർ, ജയചന്ദ്രൻ മാഷ്, പിന്നെ വേദിയിലുള്ള മറ്റ് അധ്യാപകർ, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ജൂൺ 19 വായനാ ദിനം, വായനാ വാരം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നുണ്ടാവും അല്ലേ? ടീച്ചറുടെ കവിതയുടെ പേര് പുതിയ കാലം പുതിയ വീട്. എന്താണ്? പുതിയ കാലം പുതിയ വീട്. അപ്പൊ നിങ്ങൾക്കറിയാം, പഴയ കാലത്തുള്ള വീടും പുതിയ കാലത്തുള്ള വീടും ജീവിത രീതിയിൽ വന്ന മാറ്റമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? നോക്കാം. ഉണ്ണി, കഥ പറയുമ്പോൾ ആദ്യം നീ കാണാത്ത മുത്തച്ഛന്റെ വീടിനെ കുറിച്ച് പറയാം. ഉണ്ണി, കഥ പറയുമ്പോൾ ആദ്യം നീ കാണാത്ത മുത്തച്ഛന്റെ വീടിനെ കുറിച്ച് പറയാം. ചതുരം വരച്ച് അളവെടുത്ത് ചതുരക്കട്ടകൾ ചേർത്ത് വെച്ചപ്പോൾ അതൊരു വീടായി. മരപ്പാളികളിലൊരു സാക്ഷി ചേർത്ത് ആകാശത്തേക്കൊരു കിളിവാതിൽ വെച്ച് വാതിലും ജനലും ഉണ്ടാക്കി. ഇത്തിരി കുശുമ്പിനെ മാറ്റി നിർത്തിയാൽ കൊടുത്തും വാങ്ങിയും കുശലം പറഞ്ഞും കൂട്ടം ചേർന്നിരിക്കും അയൽപ്പക്കത്തുള്ളോ. കളം വരച്ചും കാൽപ്പത്തുരുത്തിയും അതിരില്ലാതായിപ്പോയ കുറ്റവും തൊടിയും. പുതിയ കാലം വായിച്ചപ്പോൾ അവനത് ഇഷ്ടമായി. അപ്പോൾ അവനെന്ത് ചെയ്തു? ഈ പുസ്തകം തിരിച്ചു കൊണ്ടുവയ്ക്കാം. അപ്പോൾ അവൻ ആരും കാണാതെ തന്നെ ലൈബ്രറിയിൽ കൊണ്ടുവയ്ക്കാൻ പോയി. അപ്പോൾ അവൻ പുസ്തകം വെച്ച അതേ സ്ഥലത്ത് അതേപോലെ വർണ്ണ ചട്ടകളിലൊരു പുസ്തകം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു ഇതൊന്ന് എടുത്തു നോക്കാം. അങ്ങനെ ആ പുസ്തകം വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. അങ്ങനെ ഇതൊരു ശീലമായി. അവന് മാസങ്ങളോളം പുസ്തകങ്ങൾ വായിച്ചു. പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശീലങ്ങളൊക്കെ മാറി. അവൻ ക്ലാസ്സിൽ കയറാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, വേണ്ടാത്ത ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ അവൻ ഉയർന്നൊരു പൊസിഷനിൽ എത്തുകയാണ്, നല്ലൊരു ജോലിയിൽ എത്തുകയാണ്. അപ്പോൾ അവരുടെ അന്ന് പഠിച്ച കുട്ടികളൊക്കെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചു, അവരുടെ അധ്യാപകരൊക്കെ പങ്കെടുത്തു. അപ്പോൾ അന്നാണ് അവനൊരു സത്യം മനസ്സിലായത്. ആ അധ്യാപിക അന്ന് സംസാരിച്ചു. അധ്യാപിക പറയാണ്, ഈ കുട്ടി എല്ലായിടത്തും പോകണം അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ലൈബ്രറിയിൽ കയറുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വെച്ചത്. അവർക്ക് അറിയാമായിരുന്നു ആ പുറംചട്ട കണ്ടാൽ ഈ കുട്ടി എന്തായാലും ആ പുസ്തകം എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ തവണയും മാറ്റി മാറ്റി വെച്ചത് അധ്യാപികയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്ന് വായനയ്ക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? വായനയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു, ലൈബ്രറികൾ നമ്മൾ എടുത്ത് നോക്കുക, അതിൽ കാണുന്ന പുസ്തകങ്ങൾ, അത് ആരൊക്കെ, എത്രയോ എഴുത്തുകാർ നമ്മളുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും. ജീവിച്ച് മരിച്ചു പോയ ഒരു എടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവരെ കുറിച്ച് കൂടിയാണ്
കവി ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും, എന്നാലും പലയിടത്തും നമ്മൾ അവരെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാക്ക എന്ന് പറയുമ്പോൾ കാക്കയെ കുറിച്ച് മാത്രമല്ല, മാറ്റി നിർത്തപ്പെട്ട നിറം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളെ കുറിച്ചാണ് കവി പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കുഞ്ഞു കുഞ്ഞു കവിതകളാണ് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പൊള്ളിക്കുന്ന കവിതകളുണ്ടാവും, വരികളുണ്ടാവും. ഒരിക്കലും നമുക്ക് ആ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോയി. നമ്മളോട് ഒരു ടീച്ചർ എത്ര നമ്മളോട് പറയുന്നേക്കാൾ ഈ ഒരു 2 വരി വായിച്ചാൽ നമ്മുടെ മനസ്സ് വേദനിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 6ാം ക്ലാസ്സിൽ കൊയക്കട്ട എന്നൊരു കവിതയുണ്ട്. ഇവിടെ 6ാം ക്ലാസ്സുകാർ ഉണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? അപ്പോൾ കൊയക്കട്ട എന്ന കവിത ഇന്നലെ ഞാൻ പഠിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതെന്താണ്, ഒരാള് പിന്നെ അയാളുടെ കുട്ടിക്കാലം ഓർക്കുകയാണ്. ഇപ്പോൾ അയാൾ ഉയർന്ന ജോലിയായിട്ട് വിദേശത്താണ്. പക്ഷെ അയാൾ ഓർക്കുന്നത് അയാൾക്കൊന്നുമില്ലാത്ത സമയത്ത് അയാളെ മലയുടെ മുകളിൽ ഒരു കുഞ്ഞു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വലിയമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ അവൻ കൊയക്കട്ട കൊടുക്കും. അപ്പോൾ ആ കവി പറയുന്നത് കൊയക്കട്ടയോളം മധുരം, ആ കൊയക്കട്ടയോളം മധുരമുള്ള ഒരു സാധനവും ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു, ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തു, പക്ഷേ അത്ര മധുരമായ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് കവി പറയുന്നത്. അത് വായിച്ചിടുമ്പോൾ എൻ്റെയും മനസ്സിൽ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. നമുക്കും അത് ഭയങ്കരമായിട്ട് നമ്മൾ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, ഗൃഹാതുരത്വം നമ്മുടെ മനസ്സിൽ അത് നിറയ്ക്കുന്ന കവിതയാണ്. നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കും അങ്ങനെയുള്ള ചിന്തകൾ വരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെയൊക്കെ പഴയ കാലത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കവിതകളൊക്കെ വായിക്കണം.